Hello my friends, welcome to our class on. Today we are going to study a new lesson in 10th standard English, Unit 3, Chapter 1, The Best Investment I Ever Made. The lesson, The Best Investment I Ever Made, which is written by A.J. Cronin. Do you know what is the best investment? Yes, we have to know the investment, the word investment. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരാം ഒരു നിക്ഷേപം, നമ്മുടെ ഒരു സമ്പാദ്യം. A.J. Cronin tells here the best investment I ever made. ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ച ഏറ്റവും നല്ല ഒരു സമ്പാദ്യം, ഏറ്റവും നല്ല ഒരു നിക്ഷേപം എന്തായിരിക്കാം A.J. ക്രോണിൻ്റെ ലൈഫിൽ, A.J. ക്രോണിൻ്റെ ജീവിതത്തിൽ അയാൾ സമ്പാദിച്ച ആ ഒരു നല്ല സമ്പാദ്യം എന്ന് നമുക്ക് ഈ ലെസണിലൂടെ നോക്കാം. ദിസ് ഈസ് ദ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് A.J. ക്രോണിൻ. A.J. ക്രോണിൻ്റെ ഒരു പേഴ്സണൽ അയാളുടെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം ആണ് ഈ ഒരു ലെസണിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മീൻസ് നമുക്കറിയാം, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ഫോർ ഗെറ്റിംഗ് എ മെറ്റീരിയൽ ഗെയിൻ, അല്ലേ? ഒരു മെറ്റീരിയൽ ഗെയിൻ, അതിൽ നിന്ന് എന്തോ ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിക്ഷേപിക്കുക, പണം നിക്ഷേപിക്കുക. ആ ഒരു നിക്ഷേപത്തിൽ നിന്ന് നല്ലൊരു ലാഭം നമുക്ക് കിട്ടും. എന്തായിരിക്കാം A.J. ക്രോണിന്റെ നിക്ഷേപത്തിലൂടെ A.J. ക്രോണിൻ സമ്പാദിച്ച കിട്ടിയ ആ ഒരു ലാഭം എന്ന് നമുക്ക് ഈ ഒരു ലെസണിലൂടെ മനസ്സിലാക്കാം. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ഐ മീൻസ് A.J. ക്രോണിൻ. A.J. ക്രോണിൻ തന്നെയാണ് ഈ ഒരു ലെസൺ നറേറ്റ് ചെയ്യുന്നത്. സോ ഹി ഈസ് ദ നറേറ്റർ ഓഫ് ദിസ് സ്റ്റോറി. A.J. ക്രോണിൻ്റെ ലൈഫിലുണ്ടായ ആ ഒരു അനുഭവം ഈ ഒരു ലെസണിലൂടെ A.J. ക്രോണിൻ പറഞ്ഞുകൊണ്ടിരിക്കുക. സോ ദ ലെസൺ സ്റ്റാർട്ട്സ് ഇൻ ഹിസ് ജേർണി, ഇൻ ഹിസ് സീ വോയേജ് ഇൻ എ ഷിപ്പ്. ഷിപ്പിൽ A.J. ക്രോണിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ he happened to meet a voyager was watching him so closely. He is traveling from New York to London. ന്യൂയോർക്കിൽ നിന്ന്, അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്ന് കപ്പലിൽ ലണ്ടനിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ ഒരു ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ A.J. ക്രോണിൻ വാസ് വാക്കിംഗ് ഇൻ എ പ്രോമിനേഡ് ഡക്ക്. ഡക്കിൻ്റെ ആ കപ്പലിലെ പ്രോമിനേഡ് ഡക്ക് എന്ന് പറഞ്ഞാൽ എ പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ്. ആ കപ്പലിലെ ഒരു പബ്ലിക് പ്ലേസ്, വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പബ്ലിക് പ്ലേസിൽ ഇവിടെ A.J. ക്രോണിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ he happened to meet that a person, a voyager, ഒരു ട്രാവലർ, ആ ഷിപ്പിലെ ഒരു യാത്രക്കാരൻ was watching him so closely. അയാളങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഗേസിങ് ഹിം, A.J. ക്രോണിനെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുക എന്ന ഒരു അനുഭവം. എന്തിനാണെന്നറിയില്ല, ഇയാൾ എന്തിനാണ് തുറച്ചു നോക്കുന്നതെന്ന് A.J. ക്രോണിന് അറിയില്ല. പക്ഷെ ഇയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? He was watching him so closely. But our A.J. ക്രോണിൻ did not want to talk to him, did not want to notice him. Who was this person? Why this person was watching him so closely? ആരായിരിക്കാം ഈ വ്യക്തി? എന്തിനായിരിക്കാം അയാള് A.J. ക്രോണിനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? സോ ഹൂ ഈസ് ദ റൈറ്റർ A.J. ക്രോണിൻ? ലെറ്റ്സ് സീ. A.J. ക്രോണിൻ വാസ് എ ഡോക്ടർ. He was a famous Scottish novelist and a physician, and his career as a novelist he started in 1930 when he was designated with a chronic ulcer and was compelled to take
6 months complete rest. Once he had chronic ulcer ബാധിക്കുകയും 6 മാസത്തെ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ നമ്മുടെ AJ ക്രോണിന് ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ സമയത്ത് he had a chance to write novels. എഴുതാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ വെച്ചിട്ടാണ് റൈറ്റിംഗ് എന്നുള്ള ഒരു കരിയർ നമ്മുടെ AJ ക്രോണിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻ 1930. So just before that he was able to indulge in his lifelong desire to write a novel, having previously written nothing but prescriptions and scientific papers. ഇതിനു മുമ്പ് സയന്റിഫിക് പേപ്പേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ എഴുതാനുള്ള സമയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥ വന്നതിന് ശേഷം AJ ക്രോണിൻ നോവൽ എഴുതുകയും ഒരു റൈറ്ററായി മാറുകയും ചെയ്തു. His first novel was Hatter's Castle, and the most popular being The Citadel, and many of his stories having been adapted to Hollywood movies. So, our Scottish writer AJ ക്രോണിൻ, what is his personal experience? What is his best investment? അയാളുടെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഏറ്റവും വലിയ സമ്പാദ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ നിക്ഷേപം, ഏറ്റവും നല്ല നിക്ഷേപം ജീവിതത്തിൽ ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. Now look at the first paragraph of the lesson. On the second day, out from New York, while making the round of the promenade deck, I suddenly became aware that one of the passengers was watching me closely, following me with his gaze every time I passed. I wanted to rest, to avoid the tedium of casual and importunate shipboard contacts. I gave no sign of having noticed the man. Yes, the lesson starts in a promenade deck. ഷിപ്പിലെ മുകളിലെ തട്ടില് പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ്, ജനങ്ങൾക്ക് നടക്കാനുള്ളൊരു പബ്ലിക് പ്ലേസ് ഉണ്ട്. അതിലൂടെ നടന്നു പോകുമ്പോൾ ഓൺ ദ സെക്കൻഡ് ഡേ they have started from ന്യൂയോർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത രണ്ടാമത്തെ ദിവസം, while he was walking through the promenade deck, ആ promenade deckലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ I suddenly became aware that one of the passenger was watching me so closely. ഒരു പാസഞ്ചർ, ഒരു യാത്രക്കാരൻ എന്നെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. Following me with his gaze every time I passed. ഞാൻ എപ്പോൾ പാസ് ചെയ്യുന്നോ അപ്പോഴൊക്കെ അയാൾ എന്നെ ഗേസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഗേസ് മീൻസ് തുറച്ചു നോക്കുക, എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടേയിരിക്കുക. I wanted to rest. ഞാൻ അയാളെ അടുത്ത് പോയി സംസാരിച്ചോ? ഇല്ല. സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇഷ്ടപ്പെട്ടോ? ഇല്ല. I wanted to rest. ഞാൻ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. To avoid the tedium of casual and importunate shipboard contacts. എന്താ? The tedium, the boredom, and importunate shipboard contacts. Importunate എന്ന് പറഞ്ഞാൽ എന്താ? Asking many times for a thing. ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് ചോദിച്ച് ശല്യം ചെയ്യുന്നതിനെയാണ് ഇമ്പോർച്ചുനേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അപരിചിതരായിട്ടുള്ള ആൾക്കാർ നമ്മൾ അല്ലെങ്കിൽ തൊട്ടടുത്ത് സീറ്റിലിരിക്കുന്നവർ നമ്മളടുത്ത് വന്ന് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, നമ്മൾ അങ്ങോട്ടും അന്വേഷിക്കും. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, പക്ഷേ എല്ലാവരും അത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അത് ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു നമ്മുടെ AJ ക്രോണിൻ. ഹി ഡിഡ് നോട്ട് വാണ്ട് ടു കീപ് ദ കോണ്ടാക്ട്, ഷിപ്ബോർഡ് കോണ്ടാക്ട്, ഇങ്ങനെയുള്ള ഷിപ്ബോർഡ് കോണ്ടാക്ട് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു AJ ക്രോണിൻ. അതുകൊണ്ട് AJ ക്രോണിൻ എന്ത് ചെയ്തില്ല, ഇയാളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അയാളെ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ എന്നുദ്ദേശിച്ചത് ഇവിടെ AJ ക്രോണിനാണ് കേട്ടോ. So I wanted to rest, to avoid the tedium, the boredom and the importunate shipboard contacts. അങ്ങനെ ഒരു കാഷ്വൽ ടോക്കിങ്ങിനോടോ അല്ലെങ്കിൽ ഒരു ഇമ്പോർച്ചുനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അയാളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് വന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെ ഒരു സംസാരത്തിന് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. സോ ഐ ഗേവ് നോ സൈൻ ഓഫ് ഹാവിങ് നോട്ടീസ് ദ മാൻ. ഞാൻ അയാളെ നോട്ടീസ് ചെയ്യുന്നതായിട്ട് ഒരിക്കലും നടിച്ചില്ല. ഞാൻ അവിടെ അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഇരുന്നു. Now what happened the next?
Let's go to the next paragraph. Yet there was nothing importunate about him. On the contrary, he seemed affected by a troubled, rather touching diffidence. He was in his early 40s, rather short in build, with a fair complexion and clear blue eyes. His thin hair had begun to recede from his forehead. His dark suit, sober tie, and rimless spectacles gave evidence of a serious and reserved disposition. At this point, the bugle sounded for dinner. I went below. Now let's go to the second paragraph. What happened? In the second paragraph, he was talking about the physical appearance of that man. അയാളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, ഒരു ശാരീരിക ഘടന. ഓക്കെ, സോ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അയാൾ എന്തായിരുന്നില്ല. Yet there was nothing importunate about him. പക്ഷേ അയാൾ ഒരു ഇമ്പോർച്ചുനേറ്റ് ആയിരുന്നില്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ശല്യം ചെയ്യുന്ന ഒരാളായിരുന്നില്ല. ഓൺ ദ കോൺട്രറി, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട്. ഓൺ ദ കോൺട്രറി മീൻസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ്. He seemed noticed, affected by a trouble and rather a touching diffidence. Touching diffidence. Diffidence means not having any confidence. ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഒരു വിശ്വാസമില്ലാതെ, ഒരു ട്രബിൾ, എന്തോ ഒരു ബുദ്ധിമുട്ട്, എന്തോ ഒരു പ്രയാസം അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അയാൾ ഒരു ഇമ്പോർച്ചുനേറ്റ് അല്ല, വെറുതെ വന്ന് കാഷ്വൽ ആയിട്ട് സംസാരിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളല്ല. Just opposite of that, he was something troubled, rather touching diffidence. എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ, ഒരു ഷൈനസ് അല്ലെങ്കിൽ ഒരു ട്രബിൾ, ഒരു വിശ്വാസം ഇല്ലാത്ത, അയാൾക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നുന്ന രീതിയിലാണ് അയാളുടെ ഒരു പെരുമാറ്റം. Then next line is the physical appearance of that person. The physical appearance എന്ന് പറഞ്ഞാൽ ഒരു അയാളുടെ രൂപം എങ്ങനെയാണെന്ന്. He was in his early 40s. അയാളെ കണ്ടാൽ എന്ത് തോന്നും? അയാൾക്കൊരു 40 വയസ്സാണെന്ന് തോന്നും. Rather short in build. ഷോർട്ട് ആണ്, ടോൾ അല്ല. He was short in build with a fair complexion. He was good looking. Fair complexion means good looking person. And clear blue eyes. His eyes are very clear. His thin hair had begun to recede from his forehead. Hair എന്താണ്? Hair style. Recede from his forehead. കുറച്ച് stop growing from his forehead. ഈ നെറ്റിൽ നിന്ന് കുറച്ച് ബാക്കോട്ട് ഒരു കഷണ്ടി പോലെയാണ് അയാളെ കണ്ടാൽ തോന്നുന്നത്. His dark suit, dress suit, it's dark in color and sober tie, plain tie. Tie plain ആണ്. പിന്നെ ആൻഡ് റിംലെസ് സ്പെക്ടക്കിൾ, സ്പെക്ടക്കിൾ റിം ഇല്ലാത്ത സ്പെക്ടക്കിൾ ആണ് അയാൾ യൂസ് ചെയ്തത്. ഗേവ് എവിഡൻസ് ഓഫ് എ സീരിയസ് ആൻഡ് റിസർവ്ഡ് ഡിസ്പൊസിഷൻ. ഇതൊക്കെ കാണുമ്പം എന്ത് തോന്നും? അയാൾ ഒരു സീരിയസ് ആയിട്ടുള്ള, ഒരു റിസർവ്ഡ് ആയിട്ടുള്ള ഡിസ്പൊസിഷനാണ്, സ്വഭാവ ഗുണമുള്ള ആളാണ്. റിസർവ്ഡ് മീൻസ് കൂടുതൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാത്ത, റിസർവ്ഡ് ആണ്, കുറച്ച് മര്യാദയൊക്കെ ഉള്ള, കൂടുതൽ ഓപ്പൺ ആയിട്ട് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കാത്ത ഒരു റിസർവ്ഡ് ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള ഡിസ്പൊസിഷൻ, സ്വഭാവ ഗുണമുള്ള ഒരാളാണ് അയാളെന്ന് മനസ്സിലാവും അയാളെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോഴും. Then at this point the bugle sounded for dinner. ഭക്ഷണത്തിന് വേണ്ടിയുള്ള ബ്യൂഗിളിന്റെ സൗണ്ട് കേട്ടു. എന്താണ് ബ്യൂഗിൾ? ഓക്കെ, ദിസ് ഇസ് ബ്യൂഗിൾ. സോ ദ ബ്യൂഗിൾ സൗണ്ടഡ് ഫോർ ഡിന്നർ. ഐ വെന്റ് ബിലോ. ആ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ താഴേക്ക് പോയി. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. On the following forenoon, I again observed my fellow voyager watching me earnestly from his deck chair. Now a lady was with him, obviously his wife. The situation by this time had begun to intrigue me. I discovered from my steward that they were Mr. and Mrs. John S. from a small suburb of London.
When another day passed without event, I began to feel certain that Mr. S would remain too shy to carry out his obvious desire to approach me. However, on our final evening at sea, Mrs. S decided the matter. With a firm pressure on his hand and a whispered word in his ear, she urged her husband towards me as I passed along the deck. Yes, what happened next? അന്നത്തെ ദിവസം കഴിഞ്ഞു. What is in the next day? On the following forenoon, ഭക്ഷണത്തിന്റെ തൊട്ട് മുമ്പ്, ഉച്ചക്ക് മുമ്പ്, I again observed my fellow voyager was watching me earnestly from his deck chair. ആ ഡെക്കിന്റെ ചെയറിൽ എന്നെ വളരെ ആകാംക്ഷയോടുകൂടി ഏർണസ്റ്റ് ആയിട്ട് എന്നെ വീണ്ടും വാച്ച് ചെയ്യുന്നു, എന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. The situation by this time had begun to intrigue me. ഈ സമയത്ത് ഒരു ഇൻട്രീഗ്, എൻ്റെ മനസ്സിലൊരു താല്പര്യം, മേക്കിംഗ് മീ ഇൻട്രസ്റ്റ്. ഐ വാണ്ട് ടു നോ അബൌട്ട് ദ മാറ്റർ. ആ കാര്യത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ എൻ്റെ മനസ്സിലുണ്ടായി. Then I discovered from my steward, yes, this time now a lady was with him, obviously his wife. Now a lady was with him. ഈ സമയത്ത് അയാളുടെ കൂടെ ആരുണ്ട്? അയാളുടെ കൂടെ അയാളുടെ വൈഫ് ഉണ്ട് അല്ലേ? Then I discovered from my steward means കപ്പലിലെ പരിചാരകൻ. ആ കപ്പലിലെ പരിചാരകനിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്ത്? They were coming from the suburb of London. ലണ്ടനിലെ സബർബ് പ്ലേസിൽ നിന്ന് വരുന്നവരാണ് അവർ എന്ന് എനിക്ക് മനസ്സിലായി. They were Mr. John S and his wife. Mr. John S and his wife coming from the suburb of London. ലണ്ടനിൽ നിന്ന് വരുന്നവരാണ് എന്ന് എനിക്ക് എൻ്റെ കപ്പലിലെ പരിചാരകൻ എനിക്ക് പറഞ്ഞു തന്നു. When another day passed without event, അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഒരു ദിവസം കൂടെ കടന്നുപോയി. Then I began to feel certain that Mr. S would remain too shy to carry out his obvious desire to approach me. I understood that Mr. John S means Mr. John, that man, അയാള് വൈഫ് അല്ല, അയാള് he was too shy to carry out my obvious desire to approach me. എന്നെ അപ്രോച്ച് ചെയ്യാൻ, എന്നെ സമീപിക്കാൻ അയാൾക്ക് എന്താണ്? he was too shy. ഭയങ്കര നാണാണ്, ഷൈ ആണ് എന്ന് എനിക്ക് മനസ്സിലായി. അയാൾക്ക് ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനുള്ള ഒരു ധൈര്യമില്ല. he was too shy to approach me, എന്നെ സമീപിക്കാൻ. Then, however, on our final evening at sea, Mrs. S decided the matter. On the final evening, the third day, on the final evening, Mrs. John S, അയാളുടെ വൈഫ്, decided the matter. ആ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി. എന്താണ്? With a firm pressure on his hands and a whispered word in his ear, she urged her husband towards me. അങ്ങനെ ഹസ്ബൻഡിന്റെ കൈ പിടിച്ചിട്ട് അയാളുടെ ഇയറിൽ, അയാളുടെ ചെവിയിൽ എന്തോ ഒന്ന് പതുക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആസ് ഐ പാസ്ഡ് അലോങ് ദ ഡെക്ക്, ഞാൻ ആ ഡെക്കിലൂടെ പാസ് ചെയ്യുമ്പോൾ വൈഫ് എന്ത് ചെയ്തു? ആ ഹസ്ബൻഡിനെ, അതായത് ആ ജോണിനെ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ദെൻ എന്താ അവർ സംസാരിച്ചത്? എന്തായിരിക്കാം അവർ പറഞ്ഞിട്ടുണ്ടാവുക? ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ഫോർത്ത് പാരഗ്രാഫ്. ലുക്ക് അറ്റ്. Excuse me, doctor. I wonder if I might introduce myself. He spoke almost breathlessly, offering me the visiting card. And he held in his hand and studied my face to see if the name meant anything to me. Then, as it plainly did not, he went on with the same awkwardness. If you could spare a few minutes, my wife and I would like to have a word with you. ഒരാളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അങ്ങനെയാണല്ലോ, എന്താ നമ്മൾ ഉപയോഗിക്കുക? എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. So just like that. Excuse me, doctor.
I wonder if I might introduce myself. ഞാനൊന്ന് എന്നെ പരിചയപ്പെടുത്തി തന്നോട്ടെ നിങ്ങൾക്ക്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്നോട്ടെ. He spoke almost breathlessly. Okay? Offering me the visiting card held in his hand and studying my face to see if the name meant anything to me. അങ്ങനെ എൻ്റെ കയ്യിലേക്ക് എന്ത് തന്നു? ദ വിസിറ്റിംഗ് കാർഡ് ഓഫ് ദാറ്റ് മാൻ. അയാളുടെ വിസിറ്റിംഗ് കാർഡ് എൻ്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് എൻ്റെ മനസ്സിനെ, എൻ്റെ മുഖത്തെ അവർ പഠിക്കുകയാണ് എന്ത്? ആ വിസിറ്റിംഗ് കാർഡ് കാണുമ്പോൾ എനിക്ക് അയാളെ പരിചയമുണ്ടോ ഇല്ലയോ എന്ന്. പെട്ടെന്ന് പേര് കാണുമ്പം എനിക്കറിയാം എന്നുള്ള ഒരു ഭാവത്തിലാണോ എൻ്റെ മുഖം എന്നവർ നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ ആയിരുന്നോ? ഇല്ല. Then, as it plainly did not, എനിക്ക് അയാളെ മനസ്സിലായില്ല എന്ന് കണ്ടപ്പോൾ he went on with the same awkwardness, difficulty. Went on, continued, തുടർന്നുകൊണ്ടേയിരുന്നു. ആ നേരത്തെ ഉണ്ടായ ആ മനപ്രയാസം തന്നെ അയാൾക്ക് വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. He went on with the same awkwardness. If you could spare a few minutes, my wife and I would like to have a word with you. കുറച്ച് സമയം എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ my wife and I would like to have a word with you. കുറച്ച് സമയം ഞങ്ങളൊന്ന് നിങ്ങളോട് സംസാരിച്ചോട്ടെ. കുറച്ച് ഫ്രീ ടൈം ഞങ്ങൾക്കൊന്ന് തരൂ. ഞങ്ങളൊന്ന് പരിചയപ്പെടാനുള്ള ഒരു സമയം നിങ്ങൾ എനിക്ക് തരൂ എന്ന് അയാൾ പിന്നെ ഒന്ന് സംസാരിച്ചു. Okay? So, we have completed the 4 paragraphs. From this 4 paragraph, we can write the question answer. Look at the first question. Have you come across any person with importunate behavior? How did you feel about it? Describe your experience. Importunate behavior ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. Second question, അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. Second question, why was the narrator not interested in the man who was watching him? എന്തുകൊണ്ടാണ് നറേറ്റർക്ക് അയാളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളിൽ ഒരു താല്പര്യം ഉണ്ടാവാതിരിക്കാൻ കാരണം എന്താണ്? The narrator was not interested in the man because he wanted to rest and he wanted to avoid the tedium and the importunate shipboard contacts. Now look at the third question. What is the third question? The narrator observed the man and described him in vivid terms. How did he describe him? How did the narrator describe the man? എങ്ങനെയാണ് നറേറ്റർ ആ ഒരു അയാളെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന അയാളെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തത്? സെക്കൻഡ് പാരഗ്രാഫിൽ ഉണ്ടല്ലോ എങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്തത്? The narrator described the man that he was in his early 40s, rather short in build, with a fair complexion, clear blue eyes. His thin hair had begun to recede from his forehead. His dark suit, sober tie and rimless spectacle gave him a serious and reserved disposition. Gave him the evidence of a serious and reserved disposition. This is the physical appearance of that man. No, ayalde physical appearance aanu idu. Now look at the next question, fourth question. What made the narrator notice the fellow voyager the next day? Why the next day the fellow voyager noticed this man? What made the narrator notice the fellow voyager the next day? Because the next day the fellow voyager called him. Okay, so 4 question answers we have discussed today, and the next paragraph we can continue the next class. Thank you.